നിയമലംഘനത്തിന് വേഗപ്പൂട്ട്. യാത്രക്കാരെ ബസ് ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസ് കമ്പനി ഉടമ സുരേഷ് കല്ലട അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലാണ് ഹാജരായത്. സുരേഷിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് SS ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, സുരേഷ് കല്ലട പോലീസ് നടപടികളോട് സഹകരിക്കുന്നില്ല എന്ന് ഇന്ന് മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ സുരേഷ് കല്ലട പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ? അല്പസമയം മുമ്പാണ് സുരേഷ് കല്ലട അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് സുരേഷ് കല്ലടയ്ക്ക് നേരെ ഉയർന്നിരുന്നത്. കാരണം അയാൾ ഒരു കാരണവശാലും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇയാൾ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. 4:30 കൂടി ഇയാൾ ഹാജരായി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇയാളെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഇയാളുടെ നിർദ്ദേശാനുസരണമാണോ ബസ്സിൽ ഗുണ്ടാക്രമണം നടന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ഇയാളോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ഇയാൾ അവിടെ ഹാജരാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇയാൾ വ്യക്തമാക്കിയത് ആശുപത്രിയിൽ ചികിത്സയിലാണ്, അതുകൊണ്ട് തന്നെ ഇത് നിലവിൽ ഹാജരാകാൻ ആകില്ല എന്നുള്ള കാര്യമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ പോലീസ് വ്യക്തമാക്കിയത് അങ്ങനെ ചികിത്സയിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ രേഖകൾ ഹാജരാക്കണമെന്നുള്ള കാര്യമാണ്. എന്നാൽ മെഡിക്കൽ രേഖകൾ ഹാജരാകാത്ത ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ 4:30 ഇയാൾ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഈ കേസിൽ നമുക്കറിയാം 7 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി സുരേഷ് കല്ലടയിൽ നിന്നും പോലീസിന് വിശദമായി ചോദിച്ചറിയാനുള്ളത് ഇയാളുടെ നിർദ്ദേശാനുസരണമാണോ ഗുണ്ടാക്രമണം നടന്നതെന്നുള്ളതാണ്. ശരി, SS ശരനാണ് വിവരങ്ങൾ നൽകിയത്. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്ക് പൂട്ടിട്ട് സർക്കാർ. ഉത്സവ സീസണുകളിൽ മറുനാടൻ മലയാളികളെ പിഴിയുന്ന ബസ്സുകളുടെ നിരക്ക് നിയന്ത്രിക്കാൻ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നിയമവിരുദ്ധമായി ചരക്ക് കൊണ്ടുപോകുന്ന ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി അറിയിച്ചു. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനങ്ങൾ ഇനി അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് സർക്കാർ. ദീർഘദൂര ബസ്സുകൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമാക്കും. ജൂൺ 1 മുൻപ് എല്ലാ ബസ്സുകളും GPS സ്ഥാപിക്കണം. കേരളത്തിൽ സർവീസ് നടത്തുന്ന ഇന്ത്യയിൽ എവിടെ രജിസ്റ്റർ ചെയ്താലും അത്തരം ബസ്സുകളിൽ GPS ജൂൺ 1 മുതൽ അതില്ലെങ്കിൽ അതിന്റെ പേരിലും നമുക്ക് നടപടികൾ സ്വീകരിക്കാം. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുക്കാത്ത ഏജൻസികൾ പൂട്ടിക്കും. 259 ബസ്സുകൾക്കെതിരെ ഇതുവരെ കേസെടുത്തു. 3,74,000 രൂപ ഇതിനകം തന്നെ പിഴയടിസ്ഥാനത്തിൽ ഈടാക്കിയിട്ടുണ്ട്. സംസ്ഥാനമെങ്ങും സ്വകാര്യ ബസ് ഓഫീസുകളിൽ ഇന്നും പരിശോധന നടന്നു. പാലക്കാട് മാത്രം 119 ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തി. എറണാകുളത്ത് നടത്തിയ പരിശോധനയിൽ പകുതിയിലധികം ബസ്സുകളിലും ക്രമക്കേട് കണ്ടെത്തി. ഞങ്ങൾ വണ്ടി ചെക്കുമ്പോൾ ഓരോ സ്ഥലത്തും തൃശ്ശൂർ അങ്ങനെ പല സ്ഥലങ്ങൾ നിർത്തി ഡിഫറെന്റ് പാസഞ്ചേഴ്സിനും കയറ്റിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പാസഞ്ചേഴ്സിന് കയറ്റിയും ഡിഫറെന്റ് ഫെയർസും വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ക്ലിയർ വയലേഷൻ ഓഫ് പെർമിറ്റ് കണ്ടീഷൻസ്. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം, പാലക്കാട്. ദീർഘദൂര സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരായ സർക്കാർ നടപടിയിൽ പ്രതിഷേധവുമായി ബസ്സുടമകൾ രംഗത്ത്. ബസ് വ്യവസായത്തെ തകർക്കുന്ന നടപടി സർക്കാർ നിർത്തിവെക്കണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെട്ടു. ഈ മാസം 28-ന് ബസ്സുടമകൾ അങ്കമാലിയിൽ യോഗം ചേരും. ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾക്കെതിരായ സർക്കാർ നടപടി അംഗീകരിക്കില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. കല്ലടയുടെ ഒരു ബസ്സിലെ ജീവനക്കാരുടെ നടപടിയിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനയും നീക്കങ്ങളും ബസ് വ്യവസായത്തെ തകർക്കും. ദീർഘദൂര സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ജീവനക്കാർക്കും നടപടി തിരിച്ചടിയാകുമെന്ന് ബസ് ഉടമകൾ പറയുന്നു. നിയമവിധേയമല്ലാതെ വണ്ടിയിൽ അനധികൃതമായിട്ട് സാധനങ്ങൾ കയറ്റുമോ, ഇതൊക്കെ ചെയ്യണമൊക്കെ പിടിക്കട്ടെ. അതല്ലാതെ ഒരു ഇൻഡസ്ട്രി മൊത്തം അടച്ചു പൂട്ടേണ്ട സ്ഥിതി എന്ന് പറയുന്നത് അത് എല്ലാവരെയും ബാധിക്കും. കാരണം ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇതിലുണ്ട്. ബുക്കിംഗ് ഏജൻറ്റുമാർ, വണ്ടി ഓണർമാർ എല്ലാവരെയും മൊത്തത്തിൽ ബാധിക്കും. അതേപോലെ തന്നെ ജനങ്ങളുടെ അഭിപ്രായം നോക്കിയാൽ മതി. ജനങ്ങളും ഇത് ഒരുപാട് ആശ്രയിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് പൂട്ടുക എന്ന് പറയുമ്പോൾ അവർക്കും പകരം ഓപ്ഷനില്ല, തൊഴിലാളികൾക്ക് പകരം ഓപ്ഷനില്ല. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്.
തുടർ നടപടി ചർച്ച ചെയ്യാൻ ഈ മാസം 28-ന് ബസ് ഉടമകൾ യോഗം ചേരും. ഗതാഗത മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അജയ് റായിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. മോദിയോട് പരാജയപ്പെട്ടാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ഭാവി പ്രതിസന്ധിയിലാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം. മോഡിയെ വെല്ലാൻ വാരാണസിയിൽ പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമോ എന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ആഴ്ചകളായുള്ള ചർച്ചകൾക്കാണ് അവസാനമായത്. മത്സരിക്കാൻ പ്രിയങ്ക സന്നദ്ധത അറിയിച്ചെങ്കിലും വേണ്ടെന്ന നിലപാടെടുത്തത് ഹൈക്കമാൻഡ്. വാരാണസിയിൽ നിന്നുള്ള പ്രാദേശിക നേതാവായ അജയ് റായിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. 2014-ൽ 75,614 വോട്ട് നേടിയ അജയ് റായ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. മണ്ഡലത്തിൽ പരിചിതനായ മറ്റൊരു നേതാവില്ലാത്തതാണ് ഇക്കുറിയും റായിക്ക് നറുക്കുവീഴാൻ കാരണം. പ്രിയങ്ക മത്സരിച്ചാൽ മോഡിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന് ഉത്തർപ്രദേശ് PCCയും ഒരു വിഭാഗം നേതാക്കളും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. എന്നാൽ മോഡിയോട് പരാജയപ്പെട്ടാൽ ഭാവിയിൽ പ്രിയങ്കയ്ക്ക് വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഉത്തർപ്രദേശിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾക്കും തിരിച്ചടിയാകും. കിഴക്കൻ UPയിലെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിനും എത്താൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രിയങ്കയുടെ പ്രചാരണത്തെയും ബാധിക്കുമെന്നതും പരിഗണിച്ചാണ് ഹൈക്കമാൻഡ് തീരുമാനം. അതേസമയം രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം വയനാട് നിലനിർത്തിയേക്കും. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമായ അമേത്തിയിൽ നിന്ന് പ്രിയങ്കയെ ലോക്സഭയിൽ എത്തിക്കാമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നരേന്ദ്രമോദിയുടെ റാലി നടക്കുകയാണ്. 7 കിലോമീറ്റർ റോഡ് ഷോയിൽ 150 കേന്ദ്രങ്ങളിൽ മോദിക്ക് സ്വീകരണം നൽകും. NDAയിലെ പ്രമുഖ നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. വിവരങ്ങളുമായി അഭിലാഷ്, എങ്ങനെയാണ് റാലി പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം അക്ഷരാർത്ഥത്തിൽ BJPയുടെ ശക്തി പ്രകടനം തന്നെയായി മാറുകയാണ്. പതിനായിരക്കണക്കിന് BJP പ്രവർത്തകർ ഇപ്പോൾ വാരണാസിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് റോഡ് ഷോയായി അല്പസമയത്തിനകം തന്നെ നീങ്ങും. 7 കിലോമീറ്റർ ആണ് ഇന്ന് റോഡ് ഷോയ്ക്ക് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ പ്രവർത്തകരുടെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെയാണ് ഈ റോഡ് ഷോയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ളത്. 7 കിലോമീറ്റർ വീതിയും ഇപ്പോൾ BJP പ്രവർത്തകർ കൈയടക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരാണസിയിൽ എതിരാളി പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമോ കോൺഗ്രസിൻ്റേത് എന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് കൂടി വിരാമമിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വാരാണസിയിലെ റോഡ് ഷോ നടക്കാൻ പോകുന്നത്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകൻ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത്. ആളുകൾ ഇപ്പോൾ തന്നെ 10,000-കണക്കിന് ആളുകളും പ്രവർത്തകരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 7 കിലോമീറ്റർ നീളുന്ന റോഡ് ഷോയിൽ 150 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ മുസ്ലിം ഭൂരിപക്ഷ വിഭാഗങ്ങൾ ഉള്ള മേഖലകളിൽ അടക്കം സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. മഥൻപൂരിൽ ഉൾപ്പെടെ ഇങ്ങനെ സ്വീകരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 7 മണിയോടുകൂടി ഇന്നത്തെ റോഡ് ഷോ അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഒരു സമയക്രമീകരണമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സമയക്രമീകരണം പാലിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ വലിയ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമുണ്ട്. എന്തായാലും ദശാശ്വമേധ് ഘട്ടിലെ ക്ഷേത്രത്തിൽ വൈകിട്ട് 7 മണിക്ക് ഇന്നത്തെ റാലി അവസാനിക്കുക എന്നതാണ് പദ്ധതി. അവിടെ നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ അടക്കം അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഗംഗ ആരതിയോട് കൂടിയായിരിക്കും ഇന്നത്തെ റാലിക്ക് പരിസമാപ്തിയാവുക. അതോടൊപ്പം നാളെ രാവിലെ 9 മണിക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ഒരു ചെറിയ റാലിയോട് കൂടിയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ നാളെയും നരേന്ദ്രമോദിയെ അനുഗമിക്കുകയും ചെയ്യും. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സുപ്രീംകോടതി അന്വേഷിക്കും. മുൻ ജഡ്ജി AK പട്നായിക് അധ്യക്ഷനായ സമിതിയെ സംയുക്ത അന്വേഷണ സംഘം സഹായിക്കും. പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകി. അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് ജസ്റ്റിസ് മാറി നിൽക്കണമെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. ചീഫ് ജസ്റ്റിസിനെ ലൈംഗിക പീഡന പരാതിയിൽ കൊടുക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം പ്രാഥമികമായി പരിശോധിച്ച ശേഷമാണ് അന്വേഷണത്തിനുള്ള സുപ്രീം കോടതി ഉത്തരവ്. പുറത്താക്കപ്പെട്ട 2 സുപ്രീം കോടതി ജീവനക്കാർ പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനു വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് അഡ്വക്കേറ്റ് ഉത്സവ് ബെയിൻസ് ഉന്നയിച്ച ആരോപണം. മുൻ ജഡ്ജി AK പട്നായിക് ആരോപണം പരിശോധിച്ച് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ഡൽഹി പോലീസ്, IB, CBI എന്നിവയുടെ സഹായം ജസ്റ്റിസ് പട്നായിക്കിന് ലഭ്യമാക്കാം. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിലെ അന്വേഷണത്തെ ഗൂഢാലോചന കേസിലെ അന്വേഷണം സ്വാധീനിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അന്വേഷണം നേരിടുന്നതിനാൽ
ചീഫ് ജസ്റ്റിസ് ചുമതലകളിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യമുയർന്നു. രാജ്യത്തെ പണക്കാർക്ക് കോടതിയെ നിയന്ത്രിക്കാനാകില്ലെന്നും അവർ കളിക്കുന്നത് തീക്കളിയാണെന്നും ഉത്തരവിറക്കും മുമ്പ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയിൽ നിന്ന് ജസ്റ്റിസ് എൻ വി രമണ പിന്മാറി. രമണയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് ചീഫ് ജസ്റ്റിസിന്റെ താൽപര്യപ്രകാരമാണെന്ന് യുവതി ആരോപിച്ചിരുന്നു. ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ആഭ്യന്തര സമിതി നാളെ യുവതിയുടെ വാദം കേൾക്കും. ഗൂഢാലോചനാ വിവാദം അന്വേഷിക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസിനെതിരായ പരാതിയിലെ നടപടികളെ സ്വാധീനിക്കാതെ യുവതിക്ക് സ്വാഭാവിക നീതി ഉറപ്പാക്കൂ എന്നതാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ള വെല്ലുവിളി. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറാമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. രാജ്യത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഡീസൽ കാറുകളുടെ നിർമ്മാണം നിർത്തുന്നു. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. അടുത്ത വർഷം ഏപ്രിൽ മുതൽ 1500 സിസിക്ക് താഴെയുള്ള ഡീസൽ കാറുകൾ നിരത്തിലിറക്കില്ലെന്ന് മാരുതി ചെയർമാൻ RC ഭാർഗവ അറിയിച്ചു. ലക്ഷക്കണക്കിന് ഡീസൽ വാഹനങ്ങളാണ് മാരുതി സുസുക്കി നിരത്തിലിറക്കിയിട്ടുള്ളത്. മാരുതിയുടെ ഡീസൽ കാറുകൾക്കും SUVകൾക്കും നല്ല സ്വീകരണമാണ് ഇന്ത്യയിൽ. അതിനിടെയാണ് ചില ഡീസൽ വണ്ടികളുടെ നിർമ്മാണം നിർത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അടുത്ത ഏപ്രിലോടെ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ BS6 നിലവാരത്തിലേക്ക് മാറണമെന്ന നിബന്ധന കണക്കിലെടുത്താണ് തീരുമാനം. ഡീസൽ എഞ്ചിനുകൾ BS6 നിലവാരത്തിലേക്ക് മാറ്റുന്നതിന് ചെലവ് വർദ്ധിക്കുമെന്ന് കമ്പനി വിലയിരുത്തുന്നു. വാഹനത്തിന്റെ വിലയിലും അത് പ്രതിഫലിക്കും. 1500 സിസിക്ക് താഴെ വരുന്ന സ്വിഫ്റ്റ് ഡിസയർ, ബെലോനോ, എർട്ടിക, സിയാസ് തുടങ്ങിയ പ്രമുഖ മോഡലുകൾക്കാകും തീരുമാനം ബാധിക്കുക. അതായത് അടുത്ത വർഷം ഏപ്രിൽ മുതൽ ഈ മോഡലുകൾ പെട്രോൾ, CNG എഞ്ചിനുകളോട് മാത്രമേ നിരത്തിലിറങ്ങുള്ളൂ. ഡീസൽ കാറുകൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും അവ വീണ്ടും നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും കമ്പനിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മാരുതി സുസുക്കി ഇതുവരെ വിറ്റ വാഹനങ്ങളിൽ 23% ഡീസൽ വാഹനങ്ങളായിരുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സ്ഫോടന പരമ്പരയ്ക്ക് ശേഷവും ശ്രീലങ്കയിൽ അശാന്തി തുടരുന്നു. പുഗോഡയിൽ ഇന്നുണ്ടായ പൊട്ടിത്തെറി പരിഭ്രാന്തി പരത്തി. ഇതേ തുടർന്ന് പാർലമെന്റിലടക്കം സുരക്ഷ ശക്തമാക്കി. റോഡുകളുടെ അടക്കം നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു. ശ്രീലങ്കൻ ധനമന്ത്രി മംഗള ജയസൂര്യ ഇന്ന് നടത്താനിരുന്ന വാർത്താസമ്മേളനം മാറ്റിവെച്ചു. വിവരങ്ങളുമായി കൊളംബോയിൽ നിന്നും ന്യൂസ് 18 പ്രതിനിധി പ്രദീപ് പിള്ള ചേരുന്നു. പ്രദീപ്, വീണ്ടും സ്ഫോടനമുണ്ടായത് വലിയ ആശങ്കയാണോ സൃഷ്ടിച്ചിട്ടുള്ളത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? നാടിനെ നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ശ്രീലങ്ക സാവധാനത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇന്ന് വീണ്ടും ഭീതിയുടെയും പരിഭ്രാന്തിയുടെയും അന്തരീക്ഷമാണ് ശ്രീലങ്കയിലെങ്കും, പ്രത്യേകിച്ച് കൊളംബോയിലും കൊളംബോയുടെ ഹൃദയഭാഗത്തും. ഞാനിപ്പോഴുള്ളത് പാർലമെൻറ്റ്, ബാങ്ക് ഓഫ് സിലോൺ, സ്ഫോടനം നടന്ന ഹോട്ടലുകളിലൊന്നായ കിങ്സ്ബറി തുടങ്ങിയവയ്ക്ക് സമീപമാണ്. ഇതിന് അടുത്തു തന്നെയാണ് കൊളംബോ ഹാർബറും ഉള്ളത്. ഈ പ്രദേശങ്ങളിൽ പെട്ടെന്ന് ഹൈ സെക്യൂരിറ്റി, അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും റോഡുകളുടെ അടക്കം നിയന്ത്രണം പട്ടാളവും പോലീസും നേവിയും അടക്കം ഉള്ള സൈനിക വിഭാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. തെലങ്കാനയിൽ +2 പരീക്ഷയിൽ കൂട്ടത്തോൽവി. മനം നൊന്ത് 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. കൂട്ട ആത്മഹത്യയെ തുടർന്ന് പരാജയപ്പെട്ട എല്ലാ കുട്ടികളുടെയും ഉത്തരക്കടലാസുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 3.25 ലക്ഷം കുട്ടികളാണ് പൊതുപരീക്ഷയിൽ പരാജയപ്പെട്ടത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടന്ന +1, +2 പരീക്ഷകളിലാണ് കൂട്ടത്തോൽവി സംഭവിച്ചത്. 9.74 ലക്ഷം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ ഇതിൽ 3.28 ലക്ഷം കുട്ടികൾ തോൽക്കുകയായിരുന്നു. സ്കൂൾതല പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ കുട്ടികളും തോറ്റവരുടെ പട്ടികയിലുണ്ടെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ఈ విద్యార్థుల హత్యలు ఏవైతే ఉన్నాయో వాళ్లను చావడానికి, ఆత్మహత్య చేసుకోవడానికి వాళ్ళ ఫలితాలు పురిగొల్పబడ్డాయి. ഇന്റർമീഡിയറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ച അല്പസമയത്തിനകം തന്നെ കുട്ടികളുടെ ആത്മഹത്യാ വാർത്തയും പുറത്തുവന്നു. കുട്ടികളുടെ കൂട്ട ആത്മഹത്യയെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി NGO സംഘടനകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് തെലങ്കാന ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരും തോറ്റ കുട്ടികളുടെ പരീക്ഷാ പേപ്പറുകൾ പുനർമൂല്യനിർണ്ണയം നടത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരള തീരത്ത് കനത്ത കടൽക്ഷോഭമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാലാണ് കേരള തീരം ജാഗ്രതയിലായത്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളോട് മടങ്ങാൻ നിർദ്ദേശം നൽകി. ഇന്നലെ തിരുവനന്തപുരം വലിയ തുറഭാഗത്ത് ആരംഭിച്ച കടൽക്ഷോഭം ശക്തമായി തുടരുകയാണ്. കടലാക്രമണം രൂക്ഷമായി വരികയാണ്.
ഇനിയുള്ള ദിവസങ്ങളിലും കുറച്ചുകൂടി ശക്തിപ്പെടുമെന്ന രീതിയിലുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നാളെയോടെ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ തമിഴ്നാട് തീരത്ത് ചുഴലിക്കാറ്റ് രൂപപ്പെടും. ഇതിന്റെ ആഘാതം കേരള തീരത്തും ഉണ്ടാകും. ശക്തമായ കടൽക്ഷോഭവും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ കെ വാസുകി. നമ്മളെല്ലാം അലേർട്ടാണ്. എന്തായാലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വീടുകളിൽ നിന്നുള്ള കുടുംബങ്ങളെല്ലാം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സഹായം ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടിയെത്തേണ്ടല്ലേ ഗവൺമെന്റ്. അവരിങ്ങനെ വന്ന് നോക്കിയിട്ട് പോകും. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പറയും ആ സ്കൂളിൽ പോയി കിടക്ക്, അല്ലെങ്കിൽ അവിടെ ഗോഡൗണിലുണ്ട്, ഗോഡൗണിൽ തുറന്നു തരാം, അവിടെ പോയി കിടക്ക് എന്ന് പറഞ്ഞ് വളരെ ലാഘവത്തോടെ അവർ പറഞ്ഞിട്ടങ്ങ് പോവുക. കടൽക്ഷോഭം ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് തീരദേശം. വരും ദിവസങ്ങളിലും സ്ഥിതി തുടർന്നാൽ പലർക്കും തീരം വിടേണ്ടി വരും. VS അനു, ന്യൂസ് 18 തിരുവനന്തപുരം. BJP സംസ്ഥാനത്തെങ്ങും UDF-ന് വോട്ട് മറിച്ചെന്ന ആരോപണവുമായി CPM. വോട്ട് മറിക്കൽ ഉണ്ടായില്ലെങ്കിൽ 14 സീറ്റെങ്കിലും ലഭിക്കുമെന്നായിരുന്നു CPM കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ഈ ആത്മവിശ്വാസം നേതാക്കൾക്കില്ല. പോളിംഗ് കണക്കുകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. BJP വ്യാപകമായി UDF-ന് വോട്ട് മറിച്ചു എന്ന വിലയിരുത്തലിലാണ് CPM, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ. പലയിടത്തും കാണാൻ കഴിഞ്ഞത് കോൺഗ്രസിനും BJPക്കും കൂടി ഒറ്റ ബൂത്തായിരുന്നു. BJPക്ക് എവിടെയും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ഉള്ളത് തന്നെ മറ്റൊരുമായി ചേർന്നിട്ടാണ് പലയിടത്തും നടത്തിയത്. കാരണം അവർക്ക് വേറെ വേണ്ട, ഇത് രണ്ടു കൂട്ടർ ഒരേ ലക്ഷ്യമായതുകൊണ്ട് വേണ്ട. വടകരയിൽ P. ജയരാജനെതിരെ RSSും ന്യൂനപക്ഷങ്ങളും ഒരുപോലെ രംഗത്ത് വന്നതായും പാർട്ടി വിലയിരുത്തുന്നു. കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും ആലത്തൂരിലും കൊല്ലത്തും BJP വോട്ടുകൾ വലിയ തോതിൽ UDF-ലേക്ക് പോയി. മോദി വിരുദ്ധ വികാരവും BJP വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്കയും UDF അനുകൂല തരംഗമുണ്ടാക്കുമെന്ന സംശയവും നേതാക്കളിൽ ചിലർ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗവും ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗവും ഇടതുമുന്നണിയെ പിന്തുണച്ചിരുന്നു. ആ പിന്തുണ അതേ തോതിൽ ഇത്തവണ കിട്ടിയിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡലം കമ്മിറ്റികൾ തയ്യാറാക്കിയ റിപ്പോർട്ട് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതേസമയം BJP വോട്ടുകൾ എവിടെ പോയെന്ന് CPM നോക്കേണ്ട കാര്യമില്ലെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളുടെ വോട്ടിനെ സംബന്ധിച്ച് ഒരാശങ്കയും CPM-ന് വേണ്ട. ബാലറ്റ് ബോക്സ് പൊളിക്കുമ്പോൾ CPM-ന്റെ വോട്ടുകൾ എവിടെ പോയി എന്നുള്ള കണക്ക് ജനങ്ങളോട് പറഞ്ഞാൽ മതി. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. പോളിംഗ് ഉയർന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ജനങ്ങൾ ഗൗരവമായി തെരഞ്ഞെടുപ്പിനെ കണ്ടു എന്നതിന്റെ തെളിവാണ് ഇത്. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ക്ഷോഭിച്ചു എന്നത് വ്യാഖ്യാനം മാത്രമെന്നും കാനം പറഞ്ഞു. രാജ്യത്തെയും ജനാധിപത്യത്തെയും ബാധിക്കുന്ന സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജനങ്ങളത് ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും അതിൻ്റെ സഹായം ഉണ്ടാവും. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നത് LDF ആയതുകൊണ്ട് LDF-നാണ് അതിൻ്റെ കൂടുതൽ സഹായം ഉണ്ടാകുക. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും വിജയ സാധ്യതയുണ്ടെന്ന് കൊച്ചിയിൽ RSS വിളിച്ചു ചേർത്ത പരിവാർ സംഘടനകളുടെ യോഗത്തിൽ വിലയിരുത്തൽ. വിജയം ഉറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും K. സുരേന്ദ്രനും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തന വിലയിരുത്തലിനാണ് RSS, BJP ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത്. BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ. ശബരിമല വിഷയം സജീവ ചർച്ചയാക്കാൻ കഴിഞ്ഞതും നേട്ടമാണ്. തിരുവനന്തപുരത്ത് കുറഞ്ഞ ഭൂരിപക്ഷത്തിനെങ്കിലും വിജയിക്കാൻ കഴിയും. ചില മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ വർദ്ധിച്ചുവെങ്കിലും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ ഇതിനെ മറികടക്കാനാകുമെന്നും യോഗം വിലയിരുത്തി. വിജയം ഉറപ്പെന്ന് യോഗത്തിനെത്തിയ കുമ്മനം രാജശേഖരനും K. സുരേന്ദ്രനും പ്രതികരിച്ചു. പിന്നെ ഷുവറല്ലേ? പിന്നെ 100% വിജയപ്രതീക്ഷ. ഘടകകക്ഷിയായ BDJS-ന് നൽകിയ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതേസമയം RSS വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പങ്കെടുത്തില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി കണ്ണൂരുള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. BJP ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് മറ്റു പാർട്ടികൾ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി. തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാകാം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കയർത്തതെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ലോകസഭയിലെ മൊത്തം സീറ്റിന്റെ 2% കിട്ടിയാൽ ദേശീയകക്ഷിയാകാമെന്നൊരു ഭേദഗതി കൊണ്ടുവന്ന് പാസാക്കി കൊടുത്തത് കൊണ്ടാണ് കണ്ണൂരിലെ പിണറായി വിജയനും കോടിയേരിക്കുമൊക്കെ
ദേശീയ കക്ഷിയായി ഇപ്പം നിൽക്കാൻ സാധിക്കുന്നത്. ആ 3 സംസ്ഥാനം അദ്ദേഹം ചെയ്തു കൊടുത്തപ്പം ബംഗാളും ത്രിപുരയും കേരളവും അദ്ദേഹത്തിൻ്റെ സ്മൃതിപഥത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബംഗാളിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുമോ? ത്രിപുരയിലെ സ്ഥിതി ഞാൻ പറയേണ്ടതില്ല. കേരളത്തിലെ ഇന്റലിജൻസ് റിപ്പോർട്ടായിരിക്കാം മുഖ്യമന്ത്രിയെ വിഷണ്ണനാക്കിയത്. ആ സ്ഥിതി തുടർന്നാൽ കേരളവും തദൈവ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നരേന്ദ്രമോദിയുടെ റാലി ആരംഭിച്ചിരിക്കുന്നു. 7 കിലോമീറ്റർ റോഡ് ഷോയിൽ 150 കേന്ദ്രങ്ങളിലാണ് മോദിക്ക് സ്വീകരണം ഒരുക്കുന്നത്. NDAയിലെ പ്രമുഖ നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കൂടിയാണ് ഇത്തവണ നാമനിർദ്ദേശ പത്രികയ്ക്ക് മുന്നോടിയായുള്ള റാലി വിശേഷിപ്പിക്കപ്പെടുന്നത്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, റാലി തുടരുകയാണ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? KP അഭിലാഷ് ആണ് വിവരങ്ങൾ നൽകുന്നത്. ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ. വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള നരേന്ദ്രമോദിയുടെ റാലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 കിലോമീറ്റർ റോഡ് ഷോയാണ് നടക്കുന്നത്. 150 കേന്ദ്രങ്ങളിൽ മോദിക്ക് സ്വീകരണം നൽകും. 7 മണിക്ക് റാലി അവസാനിക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റാലി നീളും എന്നാണ് മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമായാണ് പ്രധാനമന്ത്രിയുടെ റാലി വാരണാസിയിൽ നടക്കുന്നത്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. രേണുക, വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന റാലിയാണ് 2.5 മണിക്കൂറോളം വൈകി ഇപ്പോൾ ആരംഭിക്കുന്നത്. 7 കിലോമീറ്റർ ആണ് റോഡ് ഷോയായി ഉള്ള റാലി. 150 സ്വീകരണ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റാലി ഏറെ വൈകി മാത്രമേ അവസാനിക്കുകയുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മദൻപുര, സോനാപുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും റാലി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് രാത്രി ദശാശ്വമേധ് ഘട്ടിലെ പ്രാർത്ഥനയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഗംഗാ ആരതിയും നടത്തുന്നത്. നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിൽ നിന്ന് ഏറെ വൈകിയാണ് റാലി ആരംഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ 7 മണിക്കാണ് ദശാശ്വഘട്ടിൽ പ്രാർത്ഥന എന്ന് നേരത്തെ അറിയിച്ചിരുന്നത് എങ്കിലും ഏറെ വൈകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പിന്നീട് ഇന്ന് സ്വകാര്യ ഹോട്ടലിൽ താമസിക്കുന്ന നരേന്ദ്രമോദി പ്രാദേശിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. ഇത്തരത്തിൽ ആണ് ഇന്നത്തെ റോഡ് ഷോ പരിസമാപിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് ബൂത്ത് തല പ്രവർത്തകരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. 1 മണിക്കൂർ നേരത്തെ ആശയവിനിമയ പദ്ധതിയാണ് ഉള്ളത്. അതിനുശേഷം ആയിരിക്കും പത്രികാ സമർപ്പണത്തിനായി അദ്ദേഹം പുറപ്പെടുക. പത്രികാ സമർപ്പണത്തിന് പുറപ്പെടും മുമ്പ് കാലഭൈരവ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനവും നടത്തുന്നുണ്ട്. ഇതിനുശേഷം ആയിരിക്കും പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലേക്ക് പുറപ്പെടുക. കേന്ദ്രമന്ത്രിമാരായ സുഷമ സ്വരാജ്, നിതിൻ ഗഡ്കരി, JP നദ്ദ തുടങ്ങിയവർ KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ റോഡ് ഷോ നടക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ബനാറസ് സർവകലാശാല സ്ഥാപകനുമായ മദൻ മോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ റാലി ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസിന് താൽപര്യമില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സഖ്യത്തിനായി ആം ആദ്മി പാർട്ടി പലതവണ ശ്രമിച്ചതാണ്. കോൺഗ്രസ് BJPയെ സഹായിക്കുകയാണ്. കേരളത്തിൽ പോലും കോൺഗ്രസ് BJPയെ നേരിടുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെന്നും കെജ്രിവാൾ ആരോപിച്ചു. ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു കെജ്രിവാൾ. ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി വാഗ്ദാനവുമായാണ് ആം ആദ്മി പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കിയത്. കോളേജുകളിൽ ഡൽഹിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 85% സംവരണം ഉറപ്പാക്കുമെന്നും ആം ആദ്മി പാർട്ടി പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു.